സോ ഹായ്. ഇന്ന് ഞാൻ കാലത്ത് തന്നെ എണീറ്റ് കാലത്ത് ഞാൻ വൈകിയാണ് എണീറ്റത്. ഇല്ലെങ്കിൽ ഞാൻ 5 മണിക്കൊക്കെ ആകുമ്പോൾ എണീക്കണമായിരുന്നു. ഇന്ന് ഓൾറെഡി ഭയങ്കര തണുപ്പൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇന്ന് വൈകിയാണ് എണീറ്റത്. അപ്പോൾ വൈകിയെന്ന് പറഞ്ഞാൽ ഭയങ്കര വൈകിയായി. ഒരു 8:30 8:45 സംതിങ് ആയി. അപ്പോൾ ഞാൻ എണീറ്റപ്പോൾ തന്നെ വിചാരിച്ചു പോയി, പ്രൊഡക്ടിവിറ്റി ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച്. ബട്ട് ഞാൻ എൻ്റെ 3 ടാസ്ക് സിമ്പിൾ 3 ടാസ്ക് ലേറ്റ് ആയതുകൊണ്ട് മാത്രം സിമ്പിളായിട്ട് 3 ടാസ്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്തു. ഇത് ഇന്ന് ചെയ്യണമെന്ന് വിചാരിച്ച ടാസ്ക് അല്ല. ഇന്ന് ഞാൻ ചുമ്മാ എണീറ്റ് ഇന്ന് ചെയ്ത ടാസ്ക്കാണിത്. കെമിസ്ട്രി. എല്ലാവരും ചോദിക്കും എന്തിനാ ബയോളജി മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ ചോദിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് കെമിസ്ട്രി ആക്കിയത് ഫുള്ള്. ഇന്ന് കെമിസ്ട്രി ലെക്ചർ നമ്പർ 3 കണ്ട് പിന്നെ ഓർഗാനിക് കെമിസ്ട്രിയുടെ റിവൈസ് ചെയ്ത്. ഓർഗാനിക് കെമിസ്ട്രി മറ്റേ IUPAC ഐസോമേഴ്സും അതൊക്കെയാണ് റിവൈസ് ചെയ്തത്. പിന്നെ GOCൻ്റെ ഫുള്ള് കംപ്ലീറ്റ് ആയിരുന്നില്ല. അപ്പോൾ GOC ഒന്നുകൂടെ ഞാൻ പഠിച്ചു. അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. ഇപ്പം 3 മണി. ഇത് ഞാൻ ഇപ്പം 3 മണിക്ക് റെക്കോർഡ് ചെയ്യുന്നത്. സാധാരണ ഉച്ചയ്ക്കായിരുന്നു വീഡിയോ ഉണ്ടായത്. ഇടാൻ നേരം കിട്ടിയില്ല. അത് കഴിഞ്ഞ് കെമിസ്ട്രി മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ബയോളജിയിൽ എക്സ്ക്രീറ്ററി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. ആ സാധനവും ഞാനത് ഓൾറെഡി ഒരു ലെക്ചർ ആദ്യം കണ്ടിട്ടുണ്ടായുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ PYക്കും അതൊന്നും ചെയ്യാൻ ഇതുവരെയായിട്ട് പോയിട്ടുണ്ടായില്ല. പെട്ടെന്ന് കവർ ചെയ്യണ്ടേ, അതുകൊണ്ട് വേണ്ടിയിട്ട് ഞാൻ അവസാനത്തിന് വെച്ചിരിക്കുന്നതായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഇന്ന് ആ ചാപ്റ്റർ റിവൈസ് ചെയ്ത്. PYക്ക് ചെയ്തിട്ടില്ല. PYക്ക് ഞാൻ ഈ ബുക്കിൽ തന്നെയാണ് ചെയ്യാൻ പോണത്. ഈ ബുക്കിൽ തന്നെ ഇഷ്ടംപോലെ ഒരു 100 സംതിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ചെയ്യുമ്പോൾ കുറച്ച് പൈസ ആവും. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫോണിൽ ഞാൻ ഒരു ആപ്പ് കയറ്റിയിട്ടുണ്ട്. ആപ്പ് എന്ന് പറഞ്ഞാൽ ഇത്ര അടിപൊളി ആപ്പ് ഞാൻ കണ്ടിട്ടില്ല. നീറ്റ് ടെസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടാണ് ഒരു ആപ്പ്. ആ ആപ്പിൽ സബ്സ്ക്രിപ്ഷൻ ചോദിച്ച് ഫസ്റ്റ് ഏതാ ബയോളജി കണ്ടിട്ട് ചെയ്യാൻ തോന്നുന്നു. ഞാൻ നോക്കിയപ്പോൾ ഒരു സബ്സ്ക്രിപ്ഷൻ ഓഫർ രാത്രി 8 മണി കണ്ടിട്ട് ഞാൻ സബ്സ്ക്രിപ്ഷൻ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തിരുന്നു. പക്ഷെ മറന്നുപോയി. പിന്നെ 8 മണി ആയപ്പോൾ കറക്റ്റ് മെസ്സേജ് വന്നിരിക്കുന്നത് ആ ആപ്പിൻ്റെ. എന്തൊക്കെയാണ് രാത്രി 8 മണിയുടെ ഓഫറാണ്. 8 രൂപയ്ക്ക് മറ്റേ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ PYക്കും മറ്റേ സാധാരണ ചാപ്റ്റർ വൈസ് ഉള്ള എക്സാമിൻ്റെ ഇതിന് 8 രൂപ കിട്ടുന്നത്. അതായത് ഞാൻ വേഗം പോയിട്ട് 10 രൂപയ്ക്ക് എന്തായിട്ടുണ്ടാവില്ല ആൾക്കാർ ഗൂഗിൾ പേയിൽ അക്കൗണ്ടിലൊക്കെ. അപ്പം ഞാൻ വേഗം 8 രൂപ കൊടുത്തിട്ട് നേരെ ആ ബാച്ച് പർച്ചേസ് ചെയ്തു. അടിപൊളി ആപ്പ് എന്നറിയുമോ? നൈസ് ആപ്പാണ്. പരമാവധി എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക. അധികം ആരും ഇൻസ്റ്റാൾ ചെയ്തില്ല. ഒരു 1 മില്യൺ മറ്റേ അധികമൊന്നും പേരൊന്നും ആരും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. പരമാവധി നിങ്ങൾ അത് കാണാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അടിപൊളി ആപ്പാണ്. ഞാൻ ഇവിടെ കൊടുക്കാം, അതുപോലെ ഇവിടെ അവിടെ കൊടുക്കാം. അടിപൊളി ആപ്പാണ്. ഞാൻ ആദ്യം തൊട്ട് ഇൻ്റർഫേസ് തൊട്ട് കാണിച്ചാൽ. ഇന്ന് നൈറ്റ് മിക്കവാറും നമ്മുടെ ഈ ബയോളജി 2-3 ചാപ്റ്റർ റിവൈസ് ചെയ്യും. ഫസ്റ്റ് തൊട്ടുള്ള മറ്റേ പ്ലാന്റ് കിങ്ഡം, അനിമൽ കിങ്ഡം, അല്ലെങ്കിൽ വേറെ ലോക്കോമോഷൻ, ന്യൂറൽ, ആ ചാപ്റ്റർ റിവൈസ് ചെയ്തിട്ട് ചെയ്യും. അതുകൊണ്ട് പിന്നെ നാളെയാണ് ഞാൻ ഫിസിക്സ് പഠിക്കാൻ പോണത്. തിങ്കളാഴ്ച രാവിലെ എണീറ്റാണ് ഞാൻ ഫിസിക്സ് പഠിക്കാൻ പോണത്. ഇന്നത്തെ ഓൾറെഡി അൺപ്രൊഡക്റ്റീവ് ആയിരുന്നു. പിന്നെ എങ്ങനെയോ പ്രൊഡക്റ്റീവ് ആക്കിയതാണ് ഞാൻ. കെമിസ്ട്രി ഒക്കെ ഇറ്റ്സ് ഗുഡ്, പെടായിട്ട് പോയി. ബയോളജിയും റിവിഷനൊക്കെ അടിപൊളിയായിരുന്നു. PYക്ക് ചെയ്തിട്ടില്ല. PYക്ക് ചെയ്യണം. അതുകൊണ്ടാണ് നൈറ്റ് കൂടെ റെക്കോർഡ് ചെയ്ത് ഞാൻ പറയായിരുന്നു. പക്ഷേ നൈറ്റ് എനിക്ക് ചിലപ്പോൾ ടൈം കിട്ടിയെന്ന് വരില്ല. അതാണ് ഞാൻ ഇപ്പം ഈ ഉച്ചയ്ക്ക് റെക്കോർഡ് ചെയ്യണത്. അപ്പം ഞാൻ എന്തായാലും ആ ആപ്പിൻ്റെ ലിങ്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ പരമാവധി കയറ്റി ചെക്ക് ചെയ്യാം. അടിപൊളി ആപ്പാണ്. നമുക്ക് എന്നിട്ട് അതിൽ കോമ്പറ്റീഷൻ മാതിരിയാണ്. വേറെ നീറ്റ് എക്സ്പെറൻറ്റ് എന്തിട്ടാണ് എത്രങ്ങാണ്ട് 20 ക്വസ്റ്റ്യൻ എത്രങ്ങാണ്ട് മിനിറ്റിൽ എത്രണ്ണം ശരിയാക്കിയെന്നും ഉള്ള ഉണ്ടാവും. അത് എത്രണ്ണം ശരിയാക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ബാറ്റിൽ മാതിരിയുണ്ട്. ബാറ്റിൽ ചെയ്തിട്ട് കോയിൻ കളക്ട് ചെയ്യുക, അങ്ങനെയൊക്കെ പുറത്തൊരു സാധനം. പരമാവധി അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക. അടിപൊളിയാണ്. പിന്നെ ടൈം അതിൽ കുറച്ച് പ്രശ്നമാണ് ആ ആപ്പിൽ. ഇപ്പം 6 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ശരിക്കും 6 മിനിറ്റ് അല്ല തരുന്നത്. അവർ 12 മിനിറ്റ് തരും, 8 മിനിറ്റ് തരും. അതുകൊണ്ട് നമുക്ക് ടൈം കുറച്ച് നമ്മൾ വിചാരിക്കും ടൈം തന്നെ അവിടെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈസി ആവും. പക്ഷെ അങ്ങനെ ആവരുത്. വേറെ ഫോണിലാ അല്ലെങ്കിൽ ക്ലോക്കിലൊക്കെ നോക്കണം. കറക്റ്റ് 6 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 3-4 മിനിറ്റ് വെച്ച് ചെയ്യണം. പരമാവധി കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്, കൂട്ടാൻ നോക്കരുത്. കറക്റ്റ് അതേ ടൈമും വെക്കരുത്. പരമാവധി ടൈം കുറയ്ക്കുക. എന്നാലേ നമുക്ക് പെട്ടെന്ന് ആ ഇൻസ്റ്റിങ്ക്ട്സ്
അത്ര കിട്ടുള്ളൂ. പെട്ടെന്ന് നമുക്കത് ചെയ്യാനുള്ളൊരു ത്വരയും അതൊക്കെ വരുള്ളൂ. പരമാവധി അങ്ങനെ ചെയ്യാ. പിന്നെ ഡെയിലി ഇങ്ങനെ ടാബിലും ഫോണിലും ഒന്നും ഇരുന്ന് ചെയ്യരുത്. എപ്പോഴെങ്കിലും മറ്റേ ഇങ്ങനത്തെ ഒരു ബുക്കില്ലേ, ഇങ്ങനത്തെ ബുക്ക് എടുക്കുക. ഒരു ഓമർ ഷീറ്റ്, ഒരു ഓമർ ഷീറ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് ഇങ്ങനെ വട്ടിട്ട് അങ്ങനെ ആയാലും പ്രാക്ടീസ് ചെയ്യണം. അതായത് കറക്റ്റ് എക്സ്പീരിയൻസ് മനസ്സിലാവുള്ളൂ. നമുക്കില്ലെങ്കിൽ വേറെ ബാച്ചിൽ ഉള്ളവരെ പോലെ നമുക്ക് പോയിട്ടൊന്നും എഴുതാനൊന്നും പറ്റൂല. വീട്ടിൽ തന്നെയാണ്. അപ്പം അങ്ങനെയൊക്കെ പരമാവധി ട്രൈ ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റും. ആളുടെ വിശ്വാസം ഉണ്ടാവണം. സോ ഫോൾ ഫോർ മോർ.